ശ്രാവണ മാസത്തിൽ ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണർ 4 ഞായറാഴ്ചകളിലായിട്ട് ശ്രാവൺ രവിവാർ ഓർ സിർവോണായി തരുന്ന പേരിൽ ഒരു ചടങ്ങ് നടത്തി വരുന്നു. പരമ്പരാഗതമായിട്ടുള്ള എല്ലാ സുമംഗലികളായ സ്ത്രീകളും ഇത് നടത്തി വരുന്നതാണ്. കാട്ടുചെടികളായ മുക്കുറ്റി, കറുക എന്നിവയും പിന്നെ കാട്ടുപൂക്കളും എല്ലാം, നല്ല പൂക്കളും അതിൽ ഉൾപ്പെടും, എല്ലാമായിട്ട് കുഞ്ഞി ബൊക്കകളാക്കി വെറ്റില, പഴം, പാക്ക്, എന്നിട്ട് ഈ കുഞ്ഞി ബൊക്കകൾ വെച്ചിട്ട് ചെറിയ വെറ്റിലപ്പാക്ക് പോലെ ഉണ്ടാക്കും. സുമംഗലികളായ സ്ത്രീകൾ നടത്തി വരുന്ന ഒരു ആചാരമാണിത്. അവരവരുടെ കുടുംബത്തിനും ഭർത്താവിനും ശ്രേയസ്സിനും ആരോഗ്യത്തിനും ദീർഘമംഗല്യത്തിനൊക്കെ വേണ്ടിയിട്ടാണിത് ചെയ്തു വരുന്നത്. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം തുളസി ദേവിയെ വെള്ളമൊഴിക്കുകയും ഈ വെറ്റിലപ്പാക്ക് വെച്ച് ആദരിക്കുകയും ചെയ്യുന്നു, തുളസി പൂജ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെയാണ് ആദ്യം ബഹുമാനം കൊടുക്കുന്നത്. മുതിർന്ന സുമംഗലികളായ സ്ത്രീകൾക്ക് ഈ വെറ്റില അടയ്ക്ക സമർപ്പിച്ച് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം മേടിക്കുന്നതാണ്. ഇതേപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള കുടുംബത്തിലെ സ്ത്രീകൾക്കും, സുമംഗലികളായ സ്ത്രീകൾക്കും ഇങ്ങനെ ഈ വെറ്റിലപ്പാക്ക് കൈമാറുന്നതാണ്. പിന്നെ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ തുളസിയെയും ലക്ഷ്മി ദേവിനെയും ആദരിച്ച ശേഷം ബാക്കി അവിടെ വരുന്ന സുമംഗലികളായ സ്ത്രീകളെയും ബഹുമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങാണിത്. ഇത് പഠിപ്പിക്കുന്നത് മെയിനായിട്ട് ഈ പൂക്കളുടെ ബൊക്കെ ഉണ്ടാക്കുന്നത്, കാട്ടുപൂക്കളും നല്ല പൂക്കളും എല്ലാം ഉണ്ടാക്കിയിട്ട് ബൊക്കെ ഉണ്ടാക്കുന്നത് സൗന്ദര്യത്തിലല്ല കാര്യം. എല്ലാ പൂക്കളെയും ചെടികളെയും ഞങ്ങൾ ഒരേപോലെ കണക്കാക്കണം. ഞങ്ങളുടെ ലൈഫിൽ വരുന്ന സന്തോഷവും ദുഃഖവും എല്ലാം ഞങ്ങൾക്കുള്ളതാണ് എന്ന് കാണിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ചടങ്ങാണിത്. അന്നേ ദിവസം എല്ലാ സ്ത്രീകളും നല്ല പട്ടുസാരിയും ഉടുത്തിട്ട് പൂക്കളൊക്കെ ചൂടി വധുവിനെ പോലെ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടാണ് അമ്പലങ്ങളിലേക്ക് വരുന്നത്. ഇതും ഒരു സ്ത്രീകൾക്കുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ ചടങ്ങ് അമ്പലത്തിൽ ചെയ്യുമ്പോൾ പ്രായവ്യത്യാസമില്ലാതെ വലുപ്പം ചെറുപ്പമൊന്നും നോക്കാതെ എല്ലാ സ്ത്രീകളെയും ഒരേപോലെ ബഹുമാനിക്കുന്നതാണ്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടെയാണിത്.